സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ അതിൽ തർക്കമുണ്ടാകാനിടയില്ല. ആശുപത്രികളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വീടുകൾ കയറിയിറങ്ങി പൊതിച്ചോറ് സംഘടിപ്പിച്ച് നൽകുന്ന അവരുടെ പ്രവർത്തനം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 10 വർഷമായി ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറ് നൽകി വരുന്നു. ഒരു യൂണിറ്റ് ഒരു ദിവസം എന്ന നിലയിൽ 250ഓളം പൊതികളാണ് ശേഖരിച്ച് വിതരണം ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷമായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ പൊതിച്ചോറ് വിതരണവുമായി മുന്നോട്ട് പോവുകയാണ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള എല്ലാ യൂണിറ്റിനും ഓരോ ദിവസം വീതമാണ് വീതിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരു യൂണിറ്റിന് 6 മാസം കൂടുമ്പോഴാണ് ഈ ചുമതല വരാറ്. നാളെ പൊതിച്ചോറാണെന്ന് പറയുമ്പോൾ തന്നെ വീട്ടമ്മമാര് 3, 4, 5 പൊതി വരെയാണ് തയ്യാറാക്കാറുള്ളത്. അവരത് വളരെ ഉത്സാഹത്തോടു കൂടി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കഴിഞ്ഞ 10 വർഷമായിട്ട് പെരിന്തൽമണ്ണ ആശുപത്രിയിൽ വളരെ സ്തുത്യർഹമായ രീതിയിൽ നടത്തിക്കൊണ്ടു പോവാണ്. എങ്ങനെയാണ് ഈ ഒരു ദിവസവും പോലും മുടങ്ങാതെ ഈ പൊതിച്ചോറ് നടത്തുന്നതിന് വേണ്ടി സംഘടനയെ ഏത് രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ പറ്റുമോ? ഡിവൈഎഫ്ഐ കഴിഞ്ഞ 10 വർഷക്കാലമായിക്കൊണ്ട് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പൊതിച്ചോറ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്കിനകത്തെ 173ഓളം വരുന്ന യൂണിറ്റുകളിലേക്ക് മുൻകൂട്ടി ഡേറ്റ് നിശ്ചയിച്ചു കൊടുത്ത് യൂണിറ്റ് കമ്മിറ്റികൾ യൂണിറ്റ് തല സംഘടന സജീവമായതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഒരു ദിവസം പോലും തെറ്റാതെ ഈ പ്രവർത്തനമൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്നത്. ഞങ്ങൾ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ വീട്ടുകാർ അതിനേക്കാൾ വലിയ ആവേശത്തോടു കൂടിയാണ് ഈ പദ്ധതിയെ നോക്കിക്കാണുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ 250ഓളം വരുന്ന പൊതിച്ചോറുകൾ ഒരു ദിവസം പോലും മുടങ്ങാതെ 11-12 മണിയോട് കൂടി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിന് തരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനം ആ പ്രദേശത്ത് ഏത് പ്രദേശമാണോ ആ പ്രദേശത്തെ ആളുകൾ സൗജന്യമായി കൊണ്ടാണ് ഒരു സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ രൂപത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. മറ്റൊരു യുവജന സംഘടനയ്ക്കും അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കും കഴിയാത്ത ഒരു വർക്കാണ് ദിവസം തോറും ഇങ്ങനെ പൊതിച്ചോറുകൾ കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളത്. സംഘടനാ സംവിധാനത്തിൽ യൂണിറ്റ് തലത്തിലുള്ള സഖാക്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് പറയാൻ പറ്റും? യൂണിറ്റ് കമ്മിറ്റി സഖാക്കൾ വളരെ സജീവമായാണ് ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി തുടരുന്നൊരു പ്രവർത്തനം അത് ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം എന്ന നിലയിൽ തന്നെയാണ് യൂണിറ്റ് കമ്മിറ്റി സഖാക്കൾ കാണുന്നത്. അത് ലീവാക്കി ഓരോ ദിവസവും മുടങ്ങാതെ കൊടുക്കുമ്പോൾ ആ യൂണിറ്റ് കമ്മിറ്റി സഖാക്കൾ ലീവാക്കി തങ്ങളുടെ തൊഴിലെല്ലാം മുടക്കിയാണ് ഈ പ്രവർത്തനത്തിന് ഭാഗമാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്വീകാര്യത പൊതുസമൂഹത്തിൽ നിന്ന് പൊതിച്ചോറ് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് കമ്മിറ്റി സഖാക്കൾ ഓരോ ദിവസവും സജീവമായി മുടങ്ങാതെ ഈ ക്യാമ്പയിലൂടെ ഇടപെടുന്നു എന്നുള്ളതാണ്. മറ്റു യുവജന സംഘടനകൾക്കൊന്നും മാതൃകയാവുന്ന തരത്തിലാണ് ഡിവൈഎഫ്ഐ ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്.